ഒരു മനോഹരമായ പാരൻറ്റിംഗ് ടിപ്പ് പറഞ്ഞു തരട്ടെ. ഒരു രക്ഷിതാവ്, ഏത് രക്ഷിതാവും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ കുട്ടികൾ, ചെറിയ കുട്ടികളോ കുറച്ച് വലിയ കുട്ടികളോ ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചോളൂ. അവർ നടന്ന് പോകുമ്പോൾ നമ്മൾ പലപ്പോഴും ബ്ലോക്ക് ചെയ്യും. അവിടെ തീയുണ്ട് നോക്കണം, അവിടെ മുള്ളുണ്ട്, അവിടെ കുഴിയിൽ വീഴും, അവിടെ ചെളിയുണ്ട് തെന്നി വീഴും, അവിടെ ഒരു കുഴിയുണ്ട് എന്നൊക്കെ നമ്മളിങ്ങനെ പറയും. പക്ഷേ ഇതെന്ത് ബ്ലോക്ക് ചെയ്താലും കുട്ടികളത് കേൾക്കൂല, നടന്ന് പോവുകയാണ് ചെയ്യുക. അങ്ങനെ പോയിട്ട് അവർ ആ അപകടത്തിൽ പെട്ടു എന്നരുത്. ഒരു മൈനർ അപകടമായിരിക്കും, ഒന്ന് തെന്നി വീണിട്ടുണ്ടാവാം, കാലുവേദനയായിട്ട് കരയാം, ഇനി അല്ലെങ്കിൽ ചെറിയ തീയൊക്കെ തൊട്ട് പോയിട്ടുണ്ടാവാം, മുള്ള് കാലിൽ കയറിയിട്ടുണ്ടാവാം. അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്തിട്ട് ഒരു അപകടം ഉണ്ടായാൽ അപ്പോൾ നമ്മൾ പ്രതികരിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നിന്നോടല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്, ആ പറയുന്ന കേൾക്കേണ്ട, അനുസരണ വേണ്ടേ എന്ന് പറഞ്ഞിട്ട് ചീത്ത പറയുന്നതിന് പകരം അവരോട് പോകരുത് എന്ന് ആദ്യം ഉപദേശിക്കുന്നു. എന്നിട്ട് അവർ പോയി ചെയ്തിട്ട് അപകടത്തിൽപ്പെട്ടാൽ, ഓർക്കുക, മൈനർ അപകടം ഉണ്ടാവും, വലിയ കിണറിൽ പോയി വീഴുന്ന കേസിലല്ലേ പറയുന്നത്. അത്തരം കാര്യങ്ങൾ നമ്മൾ ആദ്യമേ ബ്ലോക്ക് ചെയ്യണം. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ അവർ പോയി അപകടത്തിൽപ്പെടട്ടെ. പെട്ടതിന് ശേഷം നിങ്ങൾ അവരെ വാരിയെടുക്കുക, വേദനയൊക്കെ തടവി കൊടുക്കുക, സമാധാനിപ്പിക്കുക. നിന്നോട് ഞാൻ എന്നിട്ട് ലാസ്റ്റ് പറയാം, അപ്പോഴേ പറഞ്ഞല്ലേ പോകരുതെന്ന്, ഇനി ഞാൻ പറയുന്ന അനുസരിക്കണം കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ അങ്ങോട്ട് അനുസരിക്കുകയും ചെയ്യും. അവരാഗ്രഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ സപ്പോർട്ടാണ്. സപ്പോർട്ട് അവർ മറക്കൂല എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു പ്രശ്നത്തിലകപ്പെട്ട മക്കളെ എന്നെ രക്ഷപ്പെടുത്താൻ എൻ്റെ രക്ഷിതാവുണ്ട് എന്ന ബോധ്യം ചെറുപ്പത്തിലേക്ക് കൊടുക്കാൻ ഏറ്റവും നല്ലത് സപ്പോർട്ടാണ്. ബി പ്രാക്ടിക്കൽ ഇൻ യുവർ ലൈഫ്.